വേഗം ആവട്ടാ. അതുകൊണ്ട് ഒന്നിരിക്കട്ടെ. വേഷന്നിട്ട് കുടല കയറിയെന്ന് പെട്ടെന്ന് അത് നീക്കട്ടെ. കുട്ടിയുടെ പേരൻസ് ഒക്കെ എത്തിയോ? എത്തിയിട്ടില്ല. പ്രിൻസിപ്പൽ, it was a cold-blooded murder and she was brutally raped before her death. Oh my God. ഹീര ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത് അല്ലേ? അതെ. ഇതാരാ? He is one of our third year student. ശ്രീകുട്ടൻ. വരൂ സർ, ഇവരാണ് ഹീരയുടെ റൂംമേറ്റ്സ്. ഹീരയും ഈ ശ്രീകുട്ടനുമായിട്ട് എന്താ ബന്ധം? എന്താ അത് അറിയില്ല സർ. സർ, ഇത് ബോഡി കിടന്നിരുന്ന ഗാർബേജിൽ നിന്ന് കിട്ടിയതാ. ഈ സെൽഫോൺ ഹീരയുടേതാണോ? അതെ സർ. റിസീവ്ഡ് കോൾ ലിസ്റ്റിൽ അവസാനം വന്നിരിക്കുന്ന പേര് ശ്രീകുട്ടൻ്റെതാണ്. ആ നമ്പറിൽ വിളിച്ചപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. അതെ, ഷീസ് ആൻ എക്സ്പ്ലോസീവ്. പെന്നിൽ മഷിക്ക് പകരം വെടിമരുന്ന് നിറച്ചെഴുതുന്നവളെ അശ്വതി. അപ്പൊ പലർക്കും പൊള്ളും. കക്ഷി ഇവിടെ ഇല്ല. നോ ഐഡിയ. ശരി സാർ, പറയാം. താങ്ക്സ്. അശ്വതിയുടെ ഫീച്ചർ പലർക്കും ഏറ്റതിന്റെ തെളിവാണ് സാർ ഈ കോൾസ്. യെസ്. മേ കം ഇൻ സർ? കം ഇൻ. 100 years ഗ്യാരണ്ടിയാ നിനക്ക്. MLA ശിവദാസൻ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഇരിക്കെ. നന്ദിയുണ്ടോ എനിക്ക് തന്നോട്? തന്റെ ഈ ഒറ്റ ഫീച്ചർ കൊണ്ട് നമ്മുടെ പത്രത്തിന്റെ ഇമേജ് തന്നെ മാറി. ഞാൻ എഴുതിയതൊക്കെ ഒരു വരി പോലും വിടാതെ പ്രസ്സിൽ കൊടുത്തതിന് സാറിനോട് ഞാനാ നന്ദി പറയേണ്ടത്. അതൊക്കെ ശരി, പക്ഷെ യു ഷുഡ് ബി മോർ കെയർഫുൾ. വൈ? നിന്റെ ഫീച്ചർ മാലാഖമാരെ പറ്റി ആയിരുന്നില്ല, ഗുണ്ടകളെ പറ്റിയും പോലീസിലെ ക്രിമിനൽസിനെ കുറിച്ചുമായിരുന്നു. സാറിന് പേടിയുണ്ടോ? പേടിയുണ്ട്. എന്നെ ഓർത്തല്ല, നിന്നെ ഓർത്ത്. അമ്മേ, ദേ അച്ഛൻ വന്നു. കൃഷ്ണ ഇന്നലെ രാത്രി 9 മണിക്ക് പോയ ആള് വരുന്നത് നേരം വെളുത്തിട്ട് അല്ലേ? ഗോകുലത്തിൽ അഖണ്ഡ ഭജനയായിരുന്നു ആനന്ദം. അത് കഴിഞ്ഞ് രാസക്രീഡ, ജലക്രീഡ, പാലുകിറക്കൽ, വെണ്ണകക്കൽ, ഉരലുവലിക്കൽ, അവിലിടിക്കൽ, പിന്നെ ഫ്ലൂട്ട് വായന. അത് കഴിഞ്ഞപ്പോൾ വെളുപ്പിന് 5 മണിയായി. നിന്റെ കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് അല്ലേ ആനന്ദം? നിന്റെ കുട്ടികളോ? അതെ, ഇനി എന്റേതായിട്ടൊന്നുമില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ആനന്ദം? ഈ ഫ്ലൂട്ട് ഒഴികെ. പിന്നെ എനിക്ക് രണ്ടിലൊന്നറിയണം. കുറച്ച് കാലമായി നിങ്ങൾക്ക് ഈ സൂക്കേട് തുടങ്ങിയിട്ട്. നിങ്ങൾ എന്റെ ഭർത്താവോ അതോ ശ്രീകൃഷ്ണന്റെ ഭാര്യയോ? ഇനിയും ആനന്ദത്തിന് സന്ദേഹമോ? ഞാൻ ഭഗവാന്റെ രാധയാണ്, 2ാം രാധ. മേരി മാധവ്ക്ക് പ്യാരി രാധ. ഓ, നിങ്ങളുടെ ഒരു കുഴല്. ഇങ്ങയുടെ കുഴല് മാത്രമല്ല, എല്ലാം ഞാൻ ഓടിക്കും. അയ്യോ കള്ളകൃഷ്ണ. ഓ
എന്റെ കൃഷ്ണ ഭഗവാനെ, കയ്യിലുള്ള 10,000 പോരാഞ്ഞിട്ടാണോ ഇങ്ങനൊരു മോഴെ കൂടി? ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. കൃഷ്ണ നീ ബേഗനീ ബാരോ. ഓ, ഇയാള് നേരെ ആവില്ല. ചുപ് രഹോ ബദ്മാഷ്. Eating sugar, no papa. Telling lies, no papa. ഹലോ, ഞാൻ വർഗീസാ. മെയിൻ റോഡിൽ പോലീസ് ചെക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ലോഡും കൊണ്ട് ബൈ റൂട്ടിലൂടെ വരുന്നത്. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. വണ്ടി നിർത്താ. പന്നെ കഴിവറ മോനെ, സ്കൂൾ ബസ് ഇടിച്ചിട്ട് നിർത്താതെ പോണത് ആരുടെ അമ്മയ്ക്ക് പെണ്ണം വയ്ക്കാനാടാ? പുതിയ എസ് ഐ ആണെന്നാ തോന്നുന്നത്. പോലീസ് എന്ന് വെച്ചാൽ അതെ ഇങ്ങനെ വേണം. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഈ ഇടിയാണെങ്കിൽ സ്റ്റേഷനിൽ ചെന്ന എന്തായിരിക്കും അവസ്ഥ? എങ്ങനെയുണ്ടോ? തൊണ്ടിപ്പഴം പോലുണ്ട്, ചുണ്ട് കടിച്ചിരുന്നാ തോന്നുന്നു. വൃത്തികെട്ടവൻ, നാണകെട്ടവൻ, ആഭാസൻ. പൂതടാ, അടുപ്പൂതാനല്ല പറഞ്ഞത്. നീ ആര്? IG-യോ DIG-യോ കമ്മീഷണറോ SP-യോ? ഞാനൊരു പാവം മെക്കാനിക്കല്ലേ സാറേ. വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ തന്ന പോലീസ് ജീപ്പ് എടുത്ത് റോഡിൽ ഓടിക്കാൻ ഈ പാവം മെക്കാനിക്കിന് ആരനുവാദം തന്നു? ട്രയല് പോയതാ. ഈ എമർജൻസി ലൈറ്റും സൈറനെ ഇട്ടുകൊണ്ടാണോ ട്രയൽ നോക്കുന്നത്? അടിയന്തര ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കാലോ സാറേ. ഇക്കണക്കിന് താൻ അപ്പിയിടാൻ പോയാലും എമർജൻസി ലൈറ്റും സൈറനും ഇട്ടുകൊണ്ട് പോകുമല്ലോടോ, അതും അടിയന്തര ഘട്ടമല്ലേ? സാറ് ഇവൻ സ്കൂൾ ബസ്സിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയപ്പോ അപ്പോഴേക്കും നിന്റെ പൗരബോധം അങ്ങ് ഉദ്ധരിച്ചു, നീ പോലീസായി.
ഈ പാവം മല പോലുള്ള വയനാടൻ ജിംനാസ്റ്റിക്കിനെ നീ റോഡിലിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കി നാട്ടുകാരുടെ കയ്യടി വാങ്ങി. നീ ആര്? പാവങ്ങളുടെ സൂപ്പർ സ്റ്റാറോ? ഡെയിൽ ആദ്യം അങ്ങോട്ട് കയറ്റിയാലുണ്ടല്ലോ ആറ്റുകാൽ പൊങ്കാലൊക്കെ ഞാൻ പുറത്തെടുക്കൂ. നീ ചെയ്തത് കുറച്ച് ഓവറായി പോയെങ്കിലും നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ കേസ് എടുക്കുന്നില്ല. പക്ഷേ ഒരു ശിക്ഷ ഉണ്ട്. ഇടിച്ചിട്ട് സാറിന്റെ ഫിറ്റിംഗ്സ് ഇളക്കില്ലേ? ഫ്രീ ആയിട്ട് ഇടിമേടിച്ചോണ്ട് പോകാൻ പോലീസ് സ്റ്റേഷനിൽ തറവാടോ? സാറ് നിന്റെ അമ്മായിയോ മച്ചപ്പിയാണോടാ? കയ്യിലെന്തുണ്ട്? 10 പേരിലും കുറച്ച് ഗ്രീസ് ഉണ്ട് സാർ. ആക്കുന്നോടാ. എന്താടാ ഇത്? കുഴി ബോംബാണോ? അയ്യോ അതെടുക്കരുത്. എന്തിനാടാ ഇത്? വണ്ടി ഒഴിഞ്ഞെടുക്കാനുള്ളതാ. എന്നാൽ ഉഴി ഇത് എന്റെ ഇരിക്കട്ടെ. അയ്യോ സാറാ ജോസഫ് സാറിന്റെ ഭാര്യയുടെ വണ്ടിയുടെ ഹൗസിംഗ് നെറ്റ് വാങ്ങിച്ചിടന്ന പൈസയാ. ഭാര്യയുടെ ഹൗസിംഗ് നട്ടില്ല. അവിടെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ. അങ്ങനെ തന്നെ വേണം നിനക്ക്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാറ് ചാന്തപ്പൊട്ടാണല്ലേ? അല്ല, കുങ്കുമപ്പൊട്ട്. ചാടിപ്പോടാ. നിന്നെ ഊതിയതാ. എന്റെ കുഴിലുണ്ടാണോ നീ ഊതുന്നത്? എന്ത് പറ്റി? നോക്കി നിൽക്കാതെ ഇങ്ങോട്ടിറങ്ങി തിരുമണോ? മോനെ നീ എവിടെ വന്നു? എവിടെ നിന്ന് വന്നു എന്ന് മാത്രം ചോദിക്കരുത്. നോ ലോജിക്. വീട്ടിൽ അടി നടക്കുക. ആരുമായിട്ട്? പന്തക്കൽ ലാസറുമായിട്ട്. എന്റെ അമ്മേ! ദേ അമ്മയും മക്കളും കണ്ണു തുറന്ന് കണ്ടോ? കോടതി വിധിയായ എന്റെ കയ്യില്. വീടും പറമ്പും എനിക്കാ. ഒഴിപ്പിക്കാൻ പന്തക്കല്ലാസറിന് അറിയാൻ മേലാഞ്ഞിട്ടല്ല. നിങ്ങളുടെ മൂത്ത മോനൊരുത്തനില്ലേ മുകുന്ദൻ, അവൻ വന്ന് എന്റെ 2 കാലും നക്കി. അവന്റെ അച്ഛന്റെയും അനിയന്റെയും അസ്ഥിത്രയോ പണ്ടാരക്കെട്ടോ ഈ പറമ്പിലുള്ളത് കൊണ്ട് വീട് ഒഴിവാക്കി തരണം, കാശ് തന്നോളാമെന്ന് എന്ന് കരഞ്ഞു പറഞ്ഞത് കൊണ്ടാ 3 മാസത്തെ അവധി കൂടി കൊടുത്തത്. ഇന്ന് തീരെ ആ 3 മാസം. എന്താ ഉദ്ദേശം? കാശ് തരാനോ അതോ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാനോ? കുട്ടികളുടെ അച്ഛന് പങ്കുവച്ചോടം പെരുന്നേല് കിട്ടാനുള്ള 10 ലക്ഷം രൂപ ഭാസ്കരൻ നായർ ഇന്ന് തരും. എന്താ ഉറപ്പ്? ഭാസ്കരൻ നായർ തരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇന്നും തന്നില്ലെങ്കിലോ? തരും. നിങ്ങൾ വിഷമിക്കണ്ട, പലിശ ഞാൻ ഒഴിവാക്കി തരാം. ദേ ആ നിക്കണ മുതൽ ഇങ്ങോട്ട് തന്നാ മതി. ഭാര്യ മരിച്ചു നിക്കണോന്നാ ലാസർ. എനിക്കും വേണമല്ലോ അന്തിക്കൂട്ടിനൊരാള്. മച്ചി ആയതുകൊണ്ട് ആ വഴിക്ക് ലാഭം ലാസറിന് തരാം. പന്നെ കഴിവറ മോനെ, എന്റെ പെങ്ങളെ നീ എന്നെ തല്ലി അല്ലടാ പന്നി. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വക്കീലായന്റെ പണം, എന്നിട്ട് നീ എന്നെ തല്ലിക്കോ. കൊള്ളാം ഞാൻ. തനിക്ക് പണം തരാനുള്ള സത്യം തന്നെയാ. അത് എന്റെ പെങ്ങന്മാരെ പറ്റി വായ തോന്നി പറഞ്ഞിട്ടില്ലോ. എന്താ നിനക്ക്? പെങ്ങന്മാരുടെ മടിക്കുത്തി കണ്ടവന്മാരെ കൊണ്ട് കൈവെപ്പിക്കോ നീ? ചത്തുപോയത് എന്റെ അച്ഛന്റെ അനിയന്റെ കുഴിമാടത്തെക്കാൾ എനിക്ക് വലുത് ജീവിച്ചിരിക്കുന്ന എന്റെ പെമ്മക്കട മാനമാ. ഇറങ്ങി ഞാനും എന്റെ മക്കളും വിടുന്നു. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ആദ്യം നീ എന്റെ കടം വീട്ട്. വാട മുകുന്ദ, ഭാസ്കരൻ നായരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഇയാളെ മുഖത്തെറിഞ്ഞു കൊടുക്കാം. ഞാനും വരാം. ഇന്ന് 2-1 അറിയണം എനിക്ക്. നിനക്കാള് തെറ്റി മോനെ. എന്ത് ഇത്? മാറി നിക്ക് ഭാസ്കരേട്ടാ. പണം റെഡിയല്ലേ? പിന്നെ എപ്പോഴേ റെഡി. ഇത്രയും നേരമായിട്ട് നിന്നെ കാണാതായപ്പോ കണക്കും പണമായിട്ട് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അയ്യോ, ഇതാരാ? ഞാൻ പൊടിമോൻ. താനല്ലടോ അയാള്. അത് അൾസർ അല്ല ലാസർ. ഞാൻ പന്തക്കൽ ലാസർ. മനസ്സിലായി. മുകുന്ദൻ പറഞ്ഞിട്ടുണ്ട്. അപ്പഴേ ഇവൻ മനഃപൂർവ്വം തന്റെ കാശ് തരാത്തൊന്നുമല്ല കേട്ടോ. ഞാൻ കൊടുക്കാൻ ഇത്തിരി വൈകി. ഞാനും ഇവന്റെ അച്ഛനും കൂടി പണ്ട് ബസ് സർവീസ് തുടങ്ങിയതാ. 2 വർഷം നടത്തി. കമ്പനി പൊട്ടി. ഈ പൊളിഞ്ഞ ബിസിനസിന്റെ കണക്കാകുമ്പോ കൂട്ടിയും കിഴിച്ചും ഒക്കെ ഒന്ന് നോക്കണമല്ലോ. 1-2 ലക്ഷത്തിന്റെ കണക്കാണോ? 10 ലക്ഷം. എന്റെ നാരായണൻ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. എനിക്കിത്തിരി കുറഞ്ഞാലും ഇവർക്ക് കിട്ടാനുള്ളതിൽ ഒരു പൈസ പോലും കുറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. നിനക്ക് കണക്ക് കാണണ്ടേ? അതൊന്നും വേണ്ട ഭാസ്കരേട്ടാ, ആദ്യം ഇതൊന്നും തീർക്കട്ടെ, ബാക്കി പിന്നെ. ലക്ഷ്മി തങ്കച്ചേ, ആ കാശെടുത്ത് മുകുന്ദന് കൊടുക്കൂ.
നന്നായിരിക്കട്ടെ. ദാ. ഭാസ്കരേട്ടാ ഇതാകെ 10,000 ഉള്ളൂ. അതെ 10,000. കണക്കും പ്രകാരം 10 ലക്ഷം എന്നല്ലേ ഭാസ്കരേട്ടൻ പറഞ്ഞേ? അത് ആഡിറ്റ് ചെയ്യണതിന് മുമ്പല്ലേ മുകുന്ദ. ആഡിറ്റർ വന്ന് കണക്ക് നോക്കി 10,000 എന്ന് പറഞ്ഞപ്പോ ഞാനും ഞെട്ടിപ്പോയി. നാരായണന്റെ ഷെയർ 10 ലക്ഷം വരുമെന്ന് ഞാൻ തർക്കിച്ചു അയാളോട്, ഇല്ലേ? ആ പിന്നെ ഒന്നൊന്നായിട്ട് കണക്ക് അയാൾ ഇങ്ങോട്ട് പറഞ്ഞു വന്നപ്പോ കാര്യം ശരിയാ. സത്യത്തില് 9,995 രൂപയേ ഉള്ളൂ. ഞാനൊരു 5 കൂടി ഇട്ട് അത് 10,000 ആക്കിയതാ. ഇത് ചതിയായി പോയി ഭാസ്കരേട്ടാ. 10 ലക്ഷം രൂപ ഇത്രയും കാലം തരാണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങളുടെ ആകെയുള്ള കിടപ്പാടും എൻ്റെ അമ്മേനെയും പെങ്ങന്മാരെയും കൊണ്ട് ഞാൻ തെരുവിൽ ഇറങ്ങേണ്ടി വരും. ഭാസ്കരേട്ടന്റെ വാക്കിന്റെ വിശ്വാസത്തിലാ ഞാൻ ഇയാളോട്. ദാസരേട്ടാ ഞാൻ ഇവന്റെ ചത്തുപോയ തന്തയ്ക്ക് കച്ചവടം പിരിഞ്ഞതിന്റെ വകയില് 10 ലക്ഷം കൊടുക്കാനില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പാ ലാസറെ, കൊടുക്കാനുള്ളത് മുഴുവൻ താപ്പ കയ്യോടെ കൊടുത്തു. ലാസരേട്ടാ ഇയാള് മുകുന്ദ തെണ്ടി പൊലയാടി മോനെ, നിർത്തിക്കോ നിന്റെ നാടകം. ഇത്രയും കാലം നീ എന്നെ കുരങ്ങളിപ്പിക്കായിരുന്നു അല്ലടാ പന്നി. അതും പോരാഞ്ഞ് നീ എന്നെ തല്ലി. നിന്റെ 10 ലക്ഷം നിന്നെ ഞാൻ നിന്റെ വീട്ടിലോട്ടാണ് നായിന്റെ മോനെ ഞാൻ പോണത്. കാണിച്ചു തരാൻ ലാസർ. കേരള വണ്ടിയില് ഇതും കൂടി ഇരിക്കട്ടെ. അവസാനം വായിക്കരിടാണെങ്കിൽ ഇത് ഉപകരിക്കും. ഒരിക്കലും നന്നാവില്ലടോ. ഒരു കുടുംബത്തിന്റെ മുഴുവൻ കണ്ണീരാ നിന്ന് കത്തണ്ട. നിന്ന് അത് ഞാൻ കെടുത്തിക്കൊള്ളാം. വെള്ളം ഒഴിച്ചാ കെടാത്ത തീയുണ്ടോ? അയ്യോ അയ്യോ, എന്റെ മോളെ. എന്തായാലും മോളെ, എന്റെ മക്കളൊന്നും ചെയ്യരുത്. അയ്യോ എന്റെ പൊന്നു മോളെ. പിടിച്ചിറക്കണല്ല. അയ്യോ മോനെ മോനെ മോനെ, നമ്മുടെ വീട്. അയ്യോ മുകുന്ദന്റെ അമ്മ ഇങ്ങനെ കരയരുത്. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ട അവനും തളർന്നു പോകും. 30 വർഷം ഉണ്ടിറങ്ങിയ വീട് ഒറ്റ നിമിഷം കൊണ്ടാ ഇല്ലാണ്ടായത്. പീഡിയത്തിന്നെ കിടക്കുന്ന ഭിക്ഷക്കാരൻ ഞങ്ങളും തമ്മിൽ എന്തായാലും ഒപ്പസേപ്പ വ്യത്യാസം. അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. നാളെ തന്നെ നമുക്കൊരു വാടക വീട് കണ്ടുപിടിക്കാം. എന്റെ ശ്രീകുട്ടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മുഖത്തിനൊരു താങ്ങായേനെ. അനിയനെ ഡോക്ടറാക്കണമെന്ന് മോഹിച്ച് നടന്നിട്ട് അയ്യോ. അമ്മ ഇനി ഓരോന്ന് പറഞ്ഞും കരഞ്ഞും ശ്വാസം മുട്ടലോടി വരുത്തി വെക്കണ്ട. എന്തമ്മേ പുൽക്കുളിന്റെ ഉണ്ണിയാച്ചിന്റെ മുമ്പിൽ മാലായിരിക്കുന്ന പോലെ പശു പശു ആ ദേ നല്ല ചൂട് തട്ടുദോശ, ചട്നി, നല്ല ചൂട് കട്ടൻ കാപ്പി. എല്ലാരും വന്ന് വേഗം കഴിച്ചേ. പെട്ടെന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല മുകുന്ദ, എവരെവിടാ കിടത്തുക? കിടക്കാനാണോ സ്ഥലമില്ലാത്ത? എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് വില കൂടിയ കാറിൽ സഞ്ചരിക്കണമെന്ന്. ദേ കിടക്കണം മാരുതി എസ്റ്റീം. മോഡല് കുറച്ച് പഴയതാണെങ്കിലും അമ്മയ്ക്ക് ഇത് മതിയാവും. നിനക്കേ വണ്ണത്തിരി കൂടുതലായതുകൊണ്ട് നിന്റെ മുറി അംബാസഡർ കാറ്, ഇന്നരയ്ക്ക് ബെഡ്റൂം ഈ മാരുതി വാൻ. നീ വന്നേ. എൻ്റെ മോള് ചെറുതായതുകൊണ്ട് നിനക്ക് ഈ 800 മതി. ഇന്നലെ വരെ എല്ലാവരും ഒരു മുറിയിലല്ലേ കിടന്നുകൊണ്ടിരുന്നേ. ഇന്ന് എല്ലാവർക്കും ചേട്ടൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് മുറികളാ. മുകുന്ദന്റെ കുടുംബത്തിന് പുരോഗമനം ഉണ്ടല്ലോ ലോപ്പസേട്ടാ. മുകുന്ദ,
നീ പൊട്ടനാണോ പൊട്ടൻ കളിക്കുകയാണോ? നമ്മളെ പോലുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പൊട്ടം കളിക്കുന്നതാണേ നല്ലത്. അല്ലെങ്കിൽ പ്രാന്ത് പിടിച്ചു പോകും, അതല്ലെങ്കിൽ റെയിലുമേ തലവെക്കേണ്ടി വരും. ഒന്നിനും കൊള്ളാത്ത ഒരു അമ്മയും 3 പെങ്ങന്മാരും. ഞങ്ങൾ നിനക്ക് ഇറക്കി വെക്കാൻ പറ്റാത്ത ഒരു ഭാരമായില്ലേ മോനെ? നിങ്ങൾ എനിക്കൊരു ഭാരമാവോ അമ്മേ? അച്ഛന്റെ സ്ഥാനത്തുനിന്ന് കുടുംബം നോക്കണമെന്ന് പറഞ്ഞിട്ട് പോയതാ നമ്മുടെ അച്ഛൻ. എന്നിട്ടിപ്പോ ആ കുടുംബത്തെ ഞാൻ വർക്ക്ഷോപ്പിലാക്കി. എല്ലാവരും കൂടി എന്നെ ശപിക്കരുത്. അയ്യോ എന്റെ പൊന്നുമോനെ. പിന്നെ എന്തേറ്റി ഇതാ പഠിച്ചിരിക്കേണ്ട സമയത്ത് പഠിക്കണം എന്ന് പറയുന്നത്. അച്ഛാ, ആ എന്തോ യു ആർ റിയലി ക്ലവർ. ഒറ്റ ദിവസം കൊണ്ട് ലാഭം 10 lakhs. സമ്മതിച്ചിരിക്കുന്നു. അച്ഛൻ ഇതാ ആരാടി മോൻ? ശരിക്കും മുകുന്ദേട്ടൻ അച്ഛൻ 10 ലക്ഷം കൊടുക്കാനുണ്ടോ? പിന്നില്ലാതെ എന്ന് വെച്ച് അത് മുഴുവൻ എടുത്ത് അങ്ങ് കൊടുക്കാൻ പറ്റുമോ? പശുവും ചത്തു മോറിലെ പുളിയും തീർന്നു എന്ന് പറഞ്ഞ പോലെ നാരായണനും ചത്തു, ആ ബന്ധവും തീർന്നു, കണക്കും തീർന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 4-5 ലക്ഷം കൂടി അച്ഛന് ലാഭം ഉണ്ടാക്കി തരട്ടെ ഞാൻ. 5 ലക്ഷം എങ്ങനെയാടി? നാരായണനും ചത്തു, ആ ബന്ധവും തീർന്നു എന്നച്ഛൻ പറഞ്ഞില്ലേ? അതുപോലെ എന്റെ അമ്മ, അതായത് അച്ഛന്റെ ആദ്യ ഭാര്യയും ചത്തു, ആ ബന്ധവും തീർന്നു. പിന്നെ എന്നോട് എന്ത് കടപ്പാടും ബന്ധവും. എന്നെ വിറ്റാലും അച്ഛൻ ഉണ്ടാക്കാം 4-5 ലക്ഷം രൂപ. എന്ത് പറഞ്ഞടി? ആരിഞ്ഞു കളയും ഞാൻ. താന്താടെ മുഖത്ത് നോക്കി ഇത്രയും പറയാൻ മാത്രം നീ വളർന്നോടി. കേക്ക്, നല്ലോണം കേക്ക്. നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം കേക്കണം. തള്ള ചത്തതല്ലേന്ന് പറഞ്ഞോണ്ട് കൊഞ്ചിച്ച് അനുഭവിച്ചോ? ഞാൻ സംസാരിക്കുന്നതേ എന്റെ അച്ഛനോടാ, നിങ്ങൾ അതിൽ ഇടപെടണ്ട. അച്ഛൻ മുകുന്ദേട്ടന് കൊടുക്കാനുള്ള പണം കൊടുക്കണം. ആ കുടുംബം തെരുവില അച്ഛൻ കാരണം. തെരുവിലല്ല, അവൻ പണിയെടുക്കുന്ന വർക്ക്ഷോപ്പിലാ. ആ ഇനിയിപ്പോ അവിടെ ബിസിനസ്സും കൂടിക്കോളും. നിങ്ങൾ ഇത്ര ചീപ്പായി സംസാരിക്കരുത്. നിനക്ക് അത്രയ്ക്ക് നെഞ്ചുരുന്നുണ്ടെങ്കിലേ കൊണ്ടുവന്ന് കൊടുക്കണേ 10-20 ലക്ഷം. അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കിക്കൊടു. കൊടുക്കും, കൊടുക്കാൻ തന്നെയാ പോകുന്നത്. അതിനെനിക്ക് ആരുടെ അനുവാദം വേണ്ട, അച്ഛന്റെ പോലും. ചേട്ടാ, ആ ആക്സിഡന്റ് നന്നായിട്ടൊന്ന് ചവിട്ടിയേ. ഇനി ക്ലച്ച് ചവിട്ടി ഗിയറൊന്ന് മാറ്റേ. എഞ്ചിൻ ചൂടായി പൂന്താ, റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കടാ. എന്താണ് ഇത്? റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചാടാ. ഇങ്ങനെയാണ് റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കണത്. എന്താണോ പത്രക്കാരി ഇവിടെ? അഭിമുഖത്തിനാണോ അതോ ഒരു മുഖാമുഖത്തിനാണോ മാഡം? എന്താ മൂന്ന? കറക്റ്റ് സമയത്താ മേഡം എത്തിയത്. കണ്ടാ, ക്യാമറ ഉണ്ടെങ്കിൽ ഒരു പടം എടുത്തോ. കരിപുരണ്ട ജീവിതങ്ങൾ നടിക്കുറിപ്പ് എഴുതി പത്രത്തിൽ കൊടുക്കാം, അവാർഡ് ഉറപ്പാ. അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലൊരു കുടുംബം എഴുതി ഒരു ഫീച്ചർ ആക്കാം. ഞാൻ വന്നതാ. അങ്ങനെ പറ. ഒരു കുടുംബത്തിന്റെ കൂട്ടാത്മഹത്യ പ്രതീക്ഷിച്ച് വന്നതാണല്ലേ? അമ്മ ഇത് വാങ്ങണം. എന്താ ഇത്? എന്റെ പേരില് ടൗണിലുള്ള വീടിന്റെ ആധാരവും താക്കോലും മുകുന്ദേട്ടൻ അച്ഛൻ കൊടുക്കാനുള്ള പണത്തിന് പകരമായിട്ടാണിത്. കണ്ടോടാ, ഭാസ്കരൻ നായർ പാവമാ. അപ്പോഴത്തെ ഒരു ദുർബുദ്ധിക്ക് അങ്ങനെ സംഭവിച്ചതായിരിക്കും. നിന്റെ മുമ്പിൽ വരാനുള്ള മടി കാണും, അതാ വരാത്തെ. ഇത് നിന്റെ അച്ഛൻ നയിച്ചാ? അല്ല, വീട്ടിലറിയാതെയാ ഞാൻ വന്നത്. അച്ഛൻ തരാനുള്ള പണത്തിന് പകരം ഇത് വാങ്ങണം. അച്ഛൻ ചെയ്ത പാപത്തിന് മകള് ചെയ്യുന്ന പരിഹാരല്ലേ? നിന്റെ നല്ല മനസ്സിന് നന്ദി. പക്ഷെ ഇത് ഞാൻ വാങ്ങില്ല, വാങ്ങാൻ പാടില്ല അശ്വതി. വാങ്ങിയാൽ അതൊരു ഔദാര്യ. നിന്റെ അച്ഛൻ തരാനുള്ളത് എനിക്ക് ഔദാര്യമല്ല, എനിക്ക് അവകാശപ്പെട്ടതാ. മുകുന്ദേട്ടൻ മടിക്കണ്ട, ഇത് ചോദിച്ചാരും വരില്ല. ഞാൻ മാത്രമാണ് ഇതിന്റെ അവകാശി. എന്റെ അമ്മ എന്റെ പേരിൽ എഴുതി വെച്ചത് ആ വീട്. പണം തരാനുള്ളത് നിന്റെ അച്ഛനാ, അത് തരാനില്ല എന്ന് പറഞ്ഞു നിന്റെ തന്ത തന്നെയാ. അയാള് ബുദ്ധിമാനായതുകൊണ്ട് തരാനുള്ള പണത്തിന് തെളിവുകൾ ഉണ്ടാക്കിയില്ല. നമ്മുടെ അച്ഛൻ മണ്ടനായതുകൊണ്ട് കൊടുക്കാനുള്ള പണത്തിന് തെളിവുകൾ ഉണ്ടായി, നമ്മുടെ വീടും പോയി. ഒരു ദിവസം അയാൾ എൻ്റെ മുമ്പിൽ വരും, കണ്ണിൽ കണ്ണീരും കയ്യിൽ കാശുമായി. അന്ന് ഞാനത് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങും. എന്താടി എല്ലാവരും നോക്കിയേക്കണേ? സർവീസ് സ്റ്റേഷനിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, പോയി കുളിച്ചാൻ പോ. അമ്മയും ചെല്ല്. അശ്വതിക്ക് പോവാം. നിങ്ങൾ കരുതുന്ന പോലെ അധികാരവും സ്ഥാനമൊന്നും ആ വീട്ടിൽ എനിക്കില്ല. ആ സ്ത്രീ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി അച്ഛൻ ഒന്നുകൂടി വഷളായി. പണം ഉണ്ടാക്കുക അതെങ്ങനെയാണെങ്കിലും തെറ്റില്ല. ഉള്ളിൽ കരഞ്ഞുകൊണ്ടാവും പുറമേ ചിരിക്കുന്നത്.
കാലത്ത് തന്നെ വാടക വീട് അന്വേഷിച്ചിറങ്ങിയിരിക്കുക. തീപ്പെട്ടി കൂട് പോലുള്ള വീടിനും ചോദിക്കുന്ന വാടക 2500-3000. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഭാസ്കരൻ നായർ ഇപ്പം മണ്ണിനടിയിലും ഞാൻ സെൻട്രൽ ജയിലിലും ആയനെ. മനസ്സ് മാറിയിട്ട് അച്ഛൻ പണം തിരിച്ചു കൊടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട. മനസ്സ് മാറ്റാനൊക്കെ വഴിയുണ്ട്. എന്തു വഴി? ഒരു പൂജ. യമന് മട്ടാ കൊച്ച് എടാ നടക്കുന്ന കാര്യം വേണ്ടി പറടാ. പൂജ കൊണ്ടൊക്കെ ഭാസ്കരൻ നായരുടെ മനസ്സ് മാറുമെങ്കിൽ പണ്ടേ മാറിയനെ. ഇതങ്ങനെയല്ല, ഒരുപാട് പേർക്ക് അനുഭവം ഉള്ളതാ. ഭാസ്കരൻ നായരിലും വലിയ കൊടി കെട്ടിയ ദുഷ്ടന്മാര് വരെ ഒരൊറ്റ പൂജ കൊണ്ട് മനസ്സ് മാറി ഇറച്ചി വെട്ടുകാരന്റെ മുന്നിൽ നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെ നാണിച്ച് തലയും കുനിച്ച് നിന്നിട്ടുണ്ട്. ഇങ്ങനെ അതേതമ്പലത്തിലാടാ ഈ പൂജ? ലോപ്പസ് ഏട്ടൻ കേട്ടിട്ടുണ്ടാവില്ല. ഗുണ്ടാപ്പറമ്പിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയും. പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. നമ്പർ ഇറക്കിയ കോടലും പണ്ടോ നടുറോടി കിടക്കും. ഒഴിക്കലൊക്കെ പിന്നെ മതിടാ പന്നി. എടാ മുകുന്ദ കുട്ടി, ഇത് ആരാ വന്നിരിക്കണം നോക്കേ? നിന്റെ നീ ആയിരുന്നോ? എന്താ ഭാസ്കരേട്ടാ, വണ്ടിക്ക് വല്ല പണി കിട്ടിയാ? വണ്ടിക്കല്ല, എനിക്കാ പണി കിട്ടിയോ? മുകുന്ദനോടെ വണ്ടിക്കടിയില. എടാ മോനെ മുകുന്ദ, മുകുന്ദ നീ അങ്ങ് കറുത്തു പോയടാ മോനെ. അത് അവന്റെ അച്ഛൻ വെളുത്തു പോയത്. കൈ മുഴുവൻ അയാൾക്കൊക്കെ ഉണ്ടായേ. മുകുന്ദ പറഞ്ഞാ വിശ്വസിക്കില്ല. എന്റെ നാരായണൻ, നിന്റെ അച്ഛൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. ആരാ? ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ സ്നേഹം കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് കൊറേ ഉമ്മ. എടാ നക്കി നായരെ, ആ പാവത്തിനെ പറ്റിച്ച കൊന്നു കളയും തന്നെ. മരിച്ചുപോയ ഇവന്റെ അച്ഛൻ നാരായണേട്ടൻ വരും, വന്നിട്ടുണ്ടാവും, ഉമ്മ തന്നിട്ടും ഉണ്ടാവും. നീ പോടാ അവിടുന്ന്. ആത്മാവ് ആത്മാവ്. നിനക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം. എന്റെ നാരായണന്റെ കുടുംബത്തോട് ചെയ്യാൻ പാടില്ലാത്ത ഞാൻ ചെയ്ത്. എന്നോട് ക്ഷമിക്കടാ മുകുന്ദ. ഏത് തെറ്റിക്കൊരു തെറ്റ് പറ്റൂടാ മുകുന്ദ, ഒന്ന് ക്ഷമിക്കടാ നീ. അതെ, ക്ഷമിച്ചതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും. നീ ക്ഷമിച്ചില്ലെങ്കിലും കിട്ടും. ഇങ്ങോട്ട് നോക്കിയേ, ഈ ഭാസ്കരൻ മാമ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് അറിയോ? ഒന്ന് പോടാ. എന്റെ വീടിന്റെ ആധാരം, അതിന്റെ താക്കോൽ. നിങ്ങൾക്ക് കിട്ടാനുള്ള 10 ലക്ഷത്തിനേക്കാൾ കൂടുതൽ കാണും ഇതിന്റെ വില. അത് പലിശയായിട്ട് കൂട്ടിക്കോ. 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഇത് തോന്നിയിരുന്നെങ്കിൽ ഞങ്ങളുടെ തറവാട് ലാസർ കൊണ്ടുപോയില്ലായിരുന്നു. ഒരു രാത്രി എന്റെ അമ്മയും പെങ്ങന്മാരും ഇങ്ങനെ വർഷാപ്പിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. ഒക്കെ ദൈവവിധിയാ മുകുന്ന, അത് നടന്നേ പറ്റൂ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ശാരദാമേ, ഇത് വാങ്ങിക്ക്. ആറ്റം ബോംബ് കയ്യിലിരിക്കണ പോലെ ഇതെന്റെ കയ്യിലിരിക്കണേ. ഇത് വാങ്ങി ശാരദാമേ. എവിടെ ഇത് വാങ്ങാൻ പറഞ്ഞ പോലെ അറിയ ഭാസ്കരന്റെ കാറ്റ് പോവും. വാങ്ങിച്ചമ്മേ, ആരുടെ അവതാരമല്ലത്. ഇത് നമുക്ക് അവകാശപ്പെട്ടതാ. അത് ആര് ചതിച്ചെടുക്കാൻ നോക്കിയാലും ഈശ്വരൻ സമ്മതിക്കില്ല. അതാ ശരി, വാങ്ങട്ടെ. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ആ മുതലുണ്ട് അവന് കൊടുത്തെന്ന് എനിക്കിപ്പോ അറിയണം. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും നിങ്ങളുടെ മനസ്സ് മാറാൻ കാരണം എന്താണെന്ന് പറ. കുറച്ചു നേരത്തേക്ക് നീ ഒന്നും മിണ്ടായിരിക്കാം. എന്റെ നാവടപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ചോദിച്ചതിന് സമാധാനം പറ. എല്ലാം കൊണ്ട് തൊലച്ചിട്ട് മിണ്ടാതിരിക്കുന്നാണ്ടില്ലേ? ഇവനെയും കെട്ടിയെടുത്തോ? അതെ, വിജയനെ ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്താ അമ്മ ഇവിടെ പ്രോബ്ലം? ദേ ഇരിക്കുന്നു, ഇങ്ങോട്ട് തന്നെ ചോദ്യം. എന്താ അമ്മാവാ? അരിയും തന്ന് ആശാരിച്ചും കടിച്ചിട്ടും പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പെന്ന് പറഞ്ഞ പോലെയാ. കേട്ടോ വിജയ, ടൗണിലെ വീടും പറമ്പിന്റെ ആധാരം ആ മുകുന്ദനെ കൊണ്ടേ കൊടുത്തിട്ട് വന്നിരിക്കുക. എന്റെ ഈശ്വര, എത്ര ലക്ഷം രൂപയുടെ മുതലായിരുന്നു. അതെങ്ങനെ അമ്മാവനെ ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി? അപ്പ കൊടുക്കണ്ടെന്ന് തോന്നി കൊടുത്തില്ല, ഇപ്പൊ കൊടുക്കണം തോന്നി കൊടുത്തു. നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്തല്ല, എന്റെ മകളുടെ പേരിലുള്ള വീടും പറമ്പുവാ ഞാൻ മുകുന്ദന് കൊടുത്തത്. ആർക്കാ ചേതം? ഈശ്വര, പൊടിമോന്റെ പൂജ ഏറ്റു. എന്റെ ഗുണ്ടാപ്പറമ്പിൽ ഭഗവതി രക്ഷിച്ചു.